നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നത് ലെങ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ വരുന്ന വോൾട്ടേജിന്റെ പൊളാരിറ്റി ഇങ്ങനെയാണ്. ടോപ്പ് പോർഷനിൽ മൈനസ്, ബോട്ടം പോർഷനിൽ പ്ലസ്. അപ്പോൾ ദിസ് മൈനസ് ഈസ് കണക്റ്റഡ് ടു, അതായത് നെഗറ്റീവ് പൊളാരിറ്റി D1ന്റെ പി ടൈപ്പുമായി കണക്ട് ചെയ്യും. പോസിറ്റീവ് പൊളാരിറ്റി D2ന്റെ പി ടൈപ്പുമായിട്ടും കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നു. മുകളിൽ വരുന്ന നെഗറ്റീവ് പൊളാരിറ്റി D1ന്റെ പി ടൈപ്പുമായിട്ടും കണക്ട് ചെയ്യുന്നു. താഴെ വരുന്ന പോസിറ്റീവ് പൊളാരിറ്റി D2ന്റെ പി ടൈപ്പുമായിട്ടും കണക്ട് ചെയ്യുന്നു. അങ്ങനെ പോസിറ്റീവ് പൊളാരിറ്റി കണക്ട് ചെയ്ത D2 ഫോർവേഡ് ബയസ്ഡ് ആകുന്നു. നെഗറ്റീവ് പൊളാരിറ്റി പി ടൈപ്പിലേക്ക് കണക്ട് ചെയ്യപ്പെട്ട D1 റിവേഴ്സ് ബയസ്ഡ് ആകുന്നു. ഓക്കെ, അപ്പോൾ താഴെ വരുന്ന ഈ പോസിറ്റീവ് പൊളാരിറ്റി D2 എന്ന ഡയോഡിന്റെ പി ടൈപ്പുമായിട്ട് കണക്ട് ചെയ്യും. മുകളിൽ വരുന്ന നെഗറ്റീവ് പൊളാരിറ്റി D1ന്റെ പി ടൈപ്പുമായിട്ട് കണക്ട് ചെയ്യും. അതുകൊണ്ട് D2 ഫോർവേഡ് ബയസ്ഡ് ആവും, D1 റിവേഴ്സ് ബയസ്ഡ് ആവും. അപ്പോൾ D2 ഫോർവേഡ് ബയസ്ഡ് ആയി, D1 റിവേഴ്സ് ബയസ്ഡ് ആയി. അപ്പോൾ D2 കണ്ടക്ട് ചെയ്യും, D1 കണ്ടക്ട് ചെയ്യത്തില്ല. D2 കണ്ടക്ട് ചെയ്യും, D1 കണ്ടക്ട് ചെയ്യത്തില്ല. കാരണം D2 ഫോർവേഡ് ബയസ്ഡ് ആണ്. അതൊരു ക്ലോസ്ഡ് സ്വിച്ചിനെ പോലെ വർക്ക് ചെയ്യും. എന്തിനേയും കടത്തിവിടുന്ന, കറണ്ടിനെ കടത്തിവിടുന്ന. പക്ഷെ D1 റിവേഴ്സ് ബയസ്ഡ് ആണ്, കണ്ടക്ട് ചെയ്യത്തില്ല. ഓപ്പൺ സ്വിച്ചിനെ പോലെ വർക്ക് ചെയ്യും, ഒന്നിനെയും കടത്തിവിടത്തില്ല. അപ്പോൾ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ദിസ് കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദിസ് ഡയോഡ് D2, ലോഡ് റെസിസ്റ്റർ ആൻഡ് ലോവർ പാർട്ട് ഓഫ് ദ ട്രാൻസ്ഫോമർ. അപ്പോൾ കറണ്ട് ഒഴുകുന്നത് ട്രാൻസ്ഫോമറിന്റെ ലോവർ പാർട്ട് വഴി ഒഴുകും, D2 വഴി ഒഴുകും, ലോഡ് റെസിസ്റ്റർ വഴി ഒഴുകും. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, നേരത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ലോഡ് റെസിസ്റ്റർ വഴി കറണ്ട് ഏത് ഡയറക്ഷനിലാണോ ഒഴുകിയത്, ഫ്ലോ ചെയ്തത്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ലോഡ് റെസിസ്റ്റർ വഴി അതേ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഒഴുകിയ കറണ്ട് ഒഴുകിയ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് ഫ്ലോ ചെയ്ത ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെയായിരുന്നു. D1 വഴി വന്നു, ലോഡ് റെസിസ്റ്റർ വഴി ഇങ്ങനെ ഒഴുകുന്നു. ഓക്കെ, ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് D2 വഴി ഒഴുകുന്നു, ലോഡ് റെസിസ്റ്റർ വഴി ഒഴുകുന്നു. കണ്ടോ, ഇപ്പോഴും അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും ലോഡ് റെസിസ്റ്റർ വഴിയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ഈ ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ രണ്ട് ഹാഫ് സൈക്കിളിലും ലോഡ് റെസിസ്റ്റർ വഴി കറണ്ട് ഒഴുകുന്നത് ഒരേ ഡയറക്ഷനിലാണ്, അതായത് ലെഫ്റ്റ് ഡയറക്ഷനിലേക്കാണ്. അതുമൂലം രണ്ട് അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ലോഡ് റെസിസ്റ്റർ വഴി ഏത് ഡയറക്ഷനിലാണോ കറണ്ട് ഒഴുകിയത് അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും, അതായത് ആ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക്. ഓക്കെ, അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ലോഡ് റെസിസ്റ്റർ വഴി കറണ്ട് ഒഴുകുന്നത്. ഓക്കെ, അതുമൂലം നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കിട്ടുന്ന ഔട്ട്പുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടിയ പോലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടുന്ന അതേ ഔട്ട്പുട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ D2 ഇവിടെ ഫോർവേഡ് ബയസ്ഡ് ആണ്, D1 റിവേഴ്സ് ബയസ്ഡ് ആണ്. D2 കണ്ടക്ട് ചെയ്യും, D1 കണ്ടക്ട് ചെയ്യത്തില്ല. D2 കണ്ടക്ട് ചെയ്യും, D1 നോട്ട് കണ്ടക്ട് ചെയ്യും, D1 കണ്ടക്ട് ചെയ്യത്തില്ല. കറണ്ട് ഒഴുകുന്നത് ട്രാൻസ്ഫോമറിന്റെ ലോവർ ഹാഫിലൂടെയും ഡയോഡ് D2 വഴിയും ലോഡ് റെസിസ്റ്റർ വഴിയും ഒഴുകും. D1 കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല, ട്രാൻസ്ഫോമറിന്റെ അപ്പർ പാർട്ട് വഴി ഒഴുകത്തില്ല. കറണ്ട് ഫ്ലോസ് ത്രൂ ലോവർ ഹാഫ് ഓഫ് ദ ട്രാൻസ്ഫോമർ and diode D2 and load resistor
ഇൻ ദിസ് ഡയറക്ഷൻ. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഡയറക്ഷൻ കണ്ടോ, ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. പക്ഷെ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ലോഡ് റെസിസ്റ്റർ വഴി ഒഴുകുന്ന കറണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ലോഡ് റെസിസ്റ്ററിലൂടെ ഒഴുകിയ കറണ്ടിന്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. അതുകൊണ്ടാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കിട്ടുന്ന ഔട്ട്പുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കിട്ടുന്ന ഔട്ട്പുട്ടിനെ പോലെ ഇരിക്കുന്നതിന്റെ റീസൺ അതാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. കാരണം രണ്ട് ഹാഫ് സൈക്കിളിലും ലോഡ് റെസിസ്റ്റർ വഴി ഒഴുകുന്ന കറണ്ട് ഒരേ ഡയറക്ഷനിലായിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടേ കറണ്ട് ഇതിലേക്കൂടെ വന്നാണ്ട് ഇങ്ങനെ പോയി, ഇടതുവശത്തോട്ട് പോയി, ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് പോയി. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ലോഡ് റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് അതേ ഡയറക്ഷനിലാണ്, ലെഫ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് പറയാം രണ്ട് ഹാഫ് സൈക്കിളിലും ലോഡ് റെസിസ്റ്റർ വഴി കറണ്ട് ഒഴുകുന്നത് സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ പോലെ തന്നെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. പക്ഷേ കിട്ടുന്ന ഔട്ട്പുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കിട്ടിയ ഔട്ട്പുട്ടിന് സമാനമാണ്. കാര്യം എന്താണ്? ഈ നെഗറ്റീവ് സൈക്കിൾ ഇൻവേർട്ട് ചെയ്ത് ഔട്ട്പുട്ട് വരാനുള്ള കാര്യം എന്താണ്? ലോഡ് റെസിസ്റ്റർ വഴി ഒഴുകുന്ന കറണ്ട് സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് ഹാഫിൽ കിട്ടിയതിന് സമാനമായ ഔട്ട്പുട്ട് നെഗറ്റീവ് ഹാഫിലും കിട്ടുന്നത്. നമ്മൾ കൊടുത്ത നെഗറ്റീവ് ഹാഫ് ഇൻവേർട്ട് ചെയ്താണ് ഔട്ട്പുട്ട് വന്നത്. എന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് flows in the same direction through load resistor in both half cycles. In both half cycles, current flows through the load resistor in same direction. Okay? That's why we get same output like പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓൾസോ. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടുന്ന അതേ ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഓർക്കേണ്ട കാര്യം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് D1 വഴി ഫ്ലോ ചെയ്യത്തില്ല, ട്രാൻസ്ഫോമറിന്റെ അപ്പർ പാർട്ട് വഴി ഒഴുകത്തില്ല. ഇതാണ് വർക്കിംഗ്. ഇത്രയേ ഉള്ളു. ഇപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വോൾട്ടേജിന്റെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വരുന്ന വോൾട്ടേജിന്റെ പൊളാരിറ്റി മുകളിൽ മൈനസ്, താഴെ പ്ലസ്. പ്ലസ് D2 പി ടൈപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നു, മൈനസ് D1 പി ടൈപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നു. D2 ഫോർവേഡ് ബയസ്ഡ്, D1 റിവേഴ്സ് ബയസ്ഡ്. D2 കണ്ടക്ട് ചെയ്യും, D1 കണ്ടക്ട് ചെയ്യത്തില്ല. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് D2 വഴി ഒഴുകും, ട്രാൻസ്ഫോമറിന്റെ ലോവർ പാർട്ട് വഴി ഒഴുകും, ലോഡ് റെസിസ്റ്റർ വഴി ഒഴുകും. D1 വഴി ഒഴുകത്തില്ല, ട്രാൻസ്ഫോമറിന്റെ അപ്പർ പാർട്ട് വഴി ഒഴുകത്തില്ല. പക്ഷേ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കറണ്ട് ലോഡ് റെസിസ്റ്റർ വഴി ഒഴുകുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ലോഡ് റെസിസ്റ്റർ വഴി ഒഴുകിയത് അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കിട്ടുന്ന ഔട്ട്പുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടിയ ഔട്ട്പുട്ടിന് തുല്യമായിരിക്കും. ഇതാണ് സെന്റർ ടാപ്പ് റെക്ടിഫയറിന്റെ വർക്കിംഗ്. ഓക്കെ.